അപ്പോൾ ഞങ്ങളുടെ അയ്യത്തോട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണണം കേട്ടോ. പ്ലീസ് എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ഞാൻ ഞങ്ങളുടെ അയ്യത്തോട്ട് കാലായിലോട്ട് വന്നതാണ്. 2 ചക്കയുണ്ടായിരുന്നു. ആ ചക്ക വിളഞ്ഞോ ഇല്ലെന്നറിയാൻ വേണ്ടി വിളഞ്ഞെങ്കിൽ പറിക്കാമെന്നുള്ളത് തീരുമാനത്തിലാണ് വന്നപ്പം വിളഞ്ഞ് നിൽക്കുക, പൊട്ടി നിൽക്കുമായിരുന്നു. വിളഞ്ഞ് പൊട്ടി നിൽക്കുക. ശകലൊരു പൊട്ടി അളിഞ്ഞതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. വരിക്കച്ചക്കയാണെന്നോ കൂഴിയാണെന്നോ നമുക്കിത് പഴുപ്പിച്ച് നോക്കിയെങ്കിലേ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് പറിച്ച് എടുത്തുകൊണ്ട് വരാം. അപ്പം വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ കാലായിലാണ്. നല്ല തണുപ്പാണ്, വെയിലൊന്നും അടിക്കത്തില്ല. വാഴ കൃഷികളുണ്ട്, എല്ലാ കൃഷികളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു ബഡ് പ്ലാവ് ഞങ്ങൾ മേടിച്ച് വെച്ച്, അപ്പോൾ അതിൽ എൻ്റെ ആദ്യമായിട്ട് ചക്കയുണ്ടായി വിളഞ്ഞ് നിൽക്കുകയെന്ന് തോന്നുന്നു കേട്ടോ. വരിക്കയാണോ കോഴിയാണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്കിത് പറിച്ച് പഴുപ്പിച്ച് നോക്കണം വരിക്കയാണോ കൂഴയാണോ എന്നുള്ളത്. അപ്പോൾ ഞാനത് പറിക്കാൻ വേണ്ടി ഇന്ന് വന്നതാണ്. നമ്മുടെ അയ്യത്താണ്. അപ്പോൾ ഞാനിത് പറിച്ച് കണ്ടിച്ചിടാൻ പോകാം കേട്ടോ. മറ്റേ ഞെടുപ്പേ കൊള്ളരുത്. കണ്ട ചക്ക പറിച്ചിട്ട് രണ്ട് ചക്കയും പറിച്ചു കേട്ടോ. മറ്റേ ചക്ക ഇതിന് മണ്ടയ്ക്ക് ഇരുന്നുകൊണ്ടാണ് അത് അഴുകി. പക്ഷേ വിളഞ്ഞതാണ് കേട്ടോ, നല്ലതായിട്ട് വിളഞ്ഞ. ഇതെല്ലാം ഞങ്ങളുടെ വാഴയും കൃഷികളും ഒക്കെയാണ്, വാഴക്കൃഷികളാണ്. എല്ലാ കൃഷികളും ഞങ്ങളിവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. ഓമയ്ക്ക ഉണ്ട്, നല്ല പല ടൈപ്പിലുള്ള ഓമയൊക്കെയുണ്ട്. പ്ലാവ് ആണ് നിൽക്കുന്നത്. ഇവിടെ തൊട്ട് അങ്ങ് താഴെ വരെയും പ്ലാവാണ്. പല ടൈപ്പിലുള്ള പ്ലാവും തൈകളാണ് ബഡാണ് കൊണ്ടുവച്ചേക്കുന്നത്. റംബുട്ടാനുണ്ട്, പൂവൻ വാഴയാണ്. എന്തായാലും ഒരു കുറച്ച് പച്ചമുളക് നിൽക്കുന്നു, അത് നമുക്കൊന്ന് പറിക്കാം.